ഇപ്പൊ തൃത്താലയിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായിട്ട് ഒരിക്കൽ കൂടി ഇപ്പോ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ തൃത്താലയിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ മികച്ച വിജയം LDFന് കൈവരിക്കാനാവും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ LDF ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ്. അതിന്റെ ഗുണഭോക്താക്കളാവാത്ത ഏതെങ്കിലും ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് കരുതുന്നില്ല. എല്ലാ വിഭാഗം ആളുകൾക്കും ഏതെങ്കിലും നിലയിൽ സർക്കാരിന്റെ ഒരു കരുതൽ സഹായം ലഭിച്ചിട്ടുള്ളവരാണ്. 10 വർഷം കൊണ്ട് കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിലുണ്ടായ കുതിപ്പ് കേരളത്തിന്റെ ആകെ മുഖച്ഛായ മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം അതിന്റെ പ്രയോജനം വളരെ കൂടുതൽ അനുഭവിച്ചൊരു മണ്ഡലമാണ് തൃത്താല മണ്ഡലം. 1152.5 കോടി രൂപയുടെ 577 പദ്ധതികളാണ് കഴിഞ്ഞ 5 വർഷം തൃത്താലക്കാർ കാത്തിരുന്ന ഇതുവരെ നടക്കാതെ പോയ പദ്ധതികളുണ്ട്. കാങ്കപ്പുഴ പാലം, പുട്ടക്കടവ് റെഗുലേറ്റർ, അതുപോലെ തന്നെ ITI, സുശീലപ്പടിയിലെ റെയിൽവേ മേൽപ്പാലം, ഇങ്ങനെയുള്ള ഏറെക്കാലം കാത്തിരുന്ന പദ്ധതികളുണ്ട്. 22 സ്കൂളുകൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും 10 വർഷം മുമ്പേ നിർമ്മിച്ച പഴകി ജീർണിച്ച തൃത്താലയിലെ ആശുപത്രി കെട്ടിടം മാറ്റി മനോഹരമായ പുതിയ കെട്ടിടം നിർമ്മിച്ചത്, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത കാര്യങ്ങൾ തൃത്താലക്കാരുടെ അനുഭവത്തിലുള്ളതാണ്. അപ്പൊ ഈ 5 വർഷത്തെ അനുഭവങ്ങൾ തൃത്താലയുടെ മുമ്പിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വികസന തുടർച്ചയ്ക്കായി കേരളത്തോടൊപ്പം തൃത്താലയും വോട്ട് രേഖപ്പെടുത്തും. വളരെ മികച്ച വിജയം LDFന് കൈവരിക്കാനാവും. പെണ്ണുകുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.